ഓം ഗം ഗണപതയെ. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് എനിക്ക് ഗുരുവായൂർ നടയിലുണ്ടായ ഒരു അത്ഭുത സംഭവമാണ്. കഴിഞ്ഞ ഗുരുവായൂർ ഏകാദശി നാളിൽ ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, എൻ്റെ വീട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അകലെയാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അകത്ത് കയറി ദർശനം എന്തു പറഞ്ഞാലും നടക്കത്തില്ല. നമ്മുടെ വീട്ടിൻ്റെ ചുറ്റാകെയുള്ള പൂക്കളെല്ലാം എറുത്തു വെച്ചേക്കുക. എനിക്ക് വേണ്ടി ഭഗവാൻ വെളിയിലിറങ്ങി വന്ന് ഇത് സ്വീകരിച്ചോളും. അമ്മയും ഞാനും പറഞ്ഞ് ചിരിച്ചിട്ട് ഞാൻ ആ പൂക്കൾ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി അമ്പലത്തിലെത്തി. KSRTC സ്റ്റാൻഡ് മുതൽ അമ്പലം വരെ നീണ്ട ക്യൂ. ഞെരുങ്ങി വേണം നടക്കുവാൻ. അപ്പോൾ അമ്പലത്തിലെ ക്യൂവിൻ്റെ കേസ് പറയണ്ടല്ലോ. ഒരു തീനാളം പോലെ ഭഗവാനെ കാണാം കവാടത്തിൽ കൂടി, അത്രയേ കണ്ടുള്ളൂ. അതുതന്നെ മഹാഭാഗ്യമായി കരുതി എൻ്റെ പൂക്കളുമായി ഞാൻ നടന്നു. അപ്പോൾ ഗോപുരത്തിൻ്റെ കിഴക്കേ നടയിൽ ഒരു തൂണ് ഞാൻ കണ്ടു. ആ തൂണിൽ ഭഗവാന് പൂക്കളൊക്കെ അർപ്പിച്ചിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് എൻ്റെ പൂക്കൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു സാധുവായ ഒരു കറുത്തു മെലിഞ്ഞൊരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പൂക്കൾ ചോദിച്ചു. ഞാൻ ആ സഞ്ചിയിൽ നിന്ന് ഒരു പിടി പൂക്കളെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. അയാളുടെ കണ്ണ് നിറഞ്ഞ അന്തം വിട്ട് അയാൾ എന്നെ തന്നെ നോക്കി. എന്നിട്ട് അയാൾ ആ പൂക്കൾ അർപ്പിക്കുകയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ എന്നെ നോക്കി പുറകോട്ട് നിന്നു. ഞാൻ പിന്നീട് എനിക്ക് അർപ്പിക്കാനായിട്ട് പൂക്കൾ നോക്കിയപ്പോൾ അല്പം പൂക്കൾ മാത്രമേ അതിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ, ശേഷിച്ചിരുന്നുള്ളൂ. ഏകദേശം മുക്കാലും ഞാൻ അയാൾക്ക് നൽകിയിരുന്നു. പിന്നീട് അമ്പലത്തിൽ വന്ന ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, വലിയ കുടുംബക്കാർ, അവരെല്ലാവരും എൻ്റെ അടുത്ത് പൂക്കൾ ചോദിച്ചു അവിടെ അർപ്പിക്കാനായിട്ട്. ഞാൻ അവർക്ക് ഓരോ ഇതള് വെച്ച് മാത്രമേ കൊടുക്കാൻ എൻ്റെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി ആ ഭഗവാന്റെ രൂപത്തിൽ അർപ്പിച്ചു. അപ്പോഴവിടെ ഒരു സംഗതി ഉണ്ടായി. ഞാൻ ഈ ഒരു പിടി പൂക്കൾ ആ ഒരു ആളിന് കൊടുത്തില്ലേ, ആ നിമിഷം എൻ്റെ പിന്നിലൊരു ആൾ വന്നു. ആ ആള് സർവാഭരണ വിഭൂഷണനായിരുന്നു, തലപ്പാവ് സഹിതമുണ്ട്, രാജാവിനെ പോലെ. എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, നീ തിരിഞ്ഞു നോക്കരുത്, നിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഭഗവാനാണ്, നിനക്കതിനുള്ള യോഗ്യതയില്ല, നീ നോക്കരുത്. ഞാൻ അങ്ങനെ ഇടം കണ്ണിട്ട് നോക്കിയെങ്കിലും ഞാൻ പൂർണ്ണമായി പിന്തിരിഞ്ഞ് നോക്കിയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഒരു വശത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങിയ ആളുണ്ട്, മറുവശത്ത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങിയ അവരും ഒരുപാട് ആൾക്കാർ പിന്നീട് അതിനെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ രൂപത്തെ, ഭഗവാന്റെ തൂണിലുള്ള രൂപത്തെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇറങ്ങി. അപ്പോഴും പിന്നിലാളുണ്ട്, പക്ഷെ ഞാൻ നോക്കാതെ അവിടെ നിന്ന് നടന്നുപോയി. കാരണം എൻ്റെ മനസ്സിൽ എന്നോട് പറഞ്ഞിരുന്നു നോക്കരുതെന്ന്. അങ്ങനെ ഒരു അത്ഭുത സംഭവം എൻ്റെ ജീവിതത്തിൽ ഗുരുവായൂർ ഒരു തവണയേ ഞാൻ ഏകാദശി നാളിൽ പോയിട്ടുള്ളൂ ഇന്ന് വരെ. ആ ഏകാദശി നാളിൽ ഭഗവാൻ നൽകിയൊരു അനുഗ്രഹമാണ്. ഞാനത് വീട്ടിൽ ചെന്ന് പറഞ്ഞു. അമ്മയ്ക്കും അത്ഭുതമായി. അമ്മ കൃഷ്ണഭക്തയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഗണേശ ഭക്തനാണ് കേട്ടോ. എന്നിരുന്നാലും ഭഗവാന്റെ സ്നേഹം ഭഗവാൻ തീരുമാനിക്കുന്നതിടത്താണല്ലോ. ആർക്ക് ദർശനം നൽകണമെന്നും ആരെ അനുഗ്രഹിക്കണമെന്നും സർവേശ്വരനായ ഭഗവാൻ തീരുമാനിക്കും. ഗുരുവായൂരപ്പ.